വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്ദിയുള്ളവരാവുക എന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമായിക്കോട്ടെ, എന്തിനോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവുക, നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും ആദ്യം നമ്മുടെ ലൈഫിൽ തന്നെ ചെയ്യേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈശ്വരനോട് നന്ദിയുള്ളവനാവുക എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജന്മം കിട്ടിയതിൽ, നമുക്ക് കിട്ടുന്ന ഓരോ സർവ്വ സൗഭാഗ്യങ്ങളിലും ഈശ്വരനോട് നന്ദി പറയുക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും, നല്ലതായിക്കോട്ടെ ചീത്ത കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെ പിന്നിൽ ഓരോരോ കാര്യകാരണങ്ങളുണ്ട്. ഓരോ കാര്യകാരണങ്ങളും ഇല്ലാതെ നമ്മുടെ ലൈഫിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അത് അച്ചട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ ഫലമാണ് നമ്മൾ പിന്നീട് സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അത് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ എന്തായാലും നന്ദിയുള്ളവരാവുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വച്ച് പുലർത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒരാളോട് നല്ല പ്രവൃത്തി അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളുകളിൽ നിന്നല്ല, മറ്റുള്ള പല രീതിയിലും പല ഭാവങ്ങളിലുമൊക്കെ ആയിരിക്കാം ആ നല്ല പ്രവൃത്തിയുടെ കർമ്മം നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മൾ വിചാരിക്കും, ഞാൻ ഇന്ന ആൾക്ക് ഇന്ന പ്രവൃത്തി ചെയ്തല്ലോ, ഞാൻ ഇന്ന സഹായം ചെയ്തല്ലോ, അയാൾ എന്തുകൊണ്ട് എനിക്ക് തിരിച്ചു തന്നില്ല, അവനോട് നന്ദിയില്ലാത്തവനാണെന്ന് നമ്മൾ വിചാരിക്കും പലപ്പോഴും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആളുകളിൽ നിന്നല്ല നമുക്ക് തിരിച്ചു കിട്ടുന്നത് നല്ല പ്രവൃത്തികളുടെ ഫലം. അത് മറ്റുള്ള ആളുകളിൽ നിന്നോ മറ്റ് ഭാവങ്ങളിലൂടെയോ പല രീതിയിൽ നമുക്ക് ഈ കർമ്മത്തിൻ്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെ ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് നീക്കുക. പിന്നെ ഏറ്റവും അധികം വേണ്ടത് ഈശ്വരാധീനമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടും നല്ല രീതിയിലും അടിച്ചു പൊളിച്ച് മുന്നേറി പോകുന്നതിന് നല്ല രീതിയിലുള്ള ഈശ്വര വിശ്വാസം നമുക്ക് വേണം. നല്ല രീതിയിലുള്ള ഈശ്വര വിശ്വാസമുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളിരിക്കുന്ന ഇടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുക്കള തുടങ്ങി ബെഡ്റൂം തുടങ്ങി ബാത്റൂം തുടങ്ങി എല്ലാം നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി ഇരിക്കണം. നമ്മുടെ വീടിന് ചുറ്റും ഇറങ്ങി നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത്രയ്ക്കും നല്ല ക്ലീൻ ആക്കണം. ചപ്പ് ചവറൊക്കെ വാരി കൂട്ടിയിടാതെ വാരി കത്തിച്ചളി ഓരോന്നിനും പ്രത്യേക സ്ഥാനം വേണം. പിന്നെ ലൈഫിലും അതുപോലെയുള്ള നല്ല അച്ചടക്ക രീതിയും വേണം. നല്ല ഡിസിപ്ലിനായിട്ടുള്ള ഒരു ലൈഫും ഈശ്വരഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നടക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ അട്രാക്റ്റ് ചെയ്യും. നല്ല പ്രാർത്ഥനയിലൂടെ തന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദിയുള്ളവനാകുക. ഈശ്വരനോട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ തന്നതിന് നന്ദി പറഞ്ഞ് രാവിലത്തെ ദിവസം തുടങ്ങുക. നമ്മുടെ ലൈഫിൽ ഇന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക മനസ്സൊരുക്കി. വെളുപ്പിനെയുള്ള 3 മണി പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. വെളുപ്പിനെ 3 മണിക്ക് പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 3 മണിക്കെങ്കിലും നിങ്ങൾ നിരന്തരമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. പല ഡിവൈൻ സെൻറ്ററുകളിലും ഈ ഒരു കാര്യം അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹിന്ദു മതവിശ്വാസത്തിൽ മാത്രം അതത്ര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒക്കെ നന്നായിട്ട് അറിയാം ഈ ഒരു ടൈം പീരീഡിനെ പറ്റി. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അവർക്കുള്ള ഉയർച്ച. അപ്പോൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡുള്ളവരാവുക, ഈശ്വരനോട് നന്ദി പറഞ്ഞ ദിവസങ്ങൾ മുന്നോട്ട് നീക്കുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈശ്വരനെ ഓർത്തുകൊണ്ട് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ താനേ നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊള്ളും. പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. സോ ബി ഗ്രാറ്റിറ്റ്യൂഡ്.